വാർത്താ മലയാളം ന്യൂസ് ടീം എന്നുള്ളത് പാല മരിയ സദനത്തിൽ. അതെ, പാല മരിയ സദനം ഒരുങ്ങിക്കഴിഞ്ഞു. പ്രൗഢഗംഭീരമായ മനഃശാന്തിക്കാണ് ഈ വരുന്ന 28, 29 തീയതികളിൽ പാല മരിയ സദനം സാക്ഷ്യം വഹിക്കുന്നത്. എന്നോടൊപ്പം പാല മരിയ സദനത്തിന്റെ ഡയറക്ടർ സന്തോഷ് ചേട്ടനാണ് ചേരുന്നത്. വാർത്താ മലയാളം ന്യൂസിനോടൊപ്പം സ്വാഗതം. എങ്ങനെയാണ് ഈ അവസരത്തിൽ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഇത് ഇങ്ങനെ സംഘടിപ്പിച്ചു? തുടർച്ചയായ വർഷങ്ങളിൽ ഇതൊക്കെ ക്രോഡീകരിച്ച് ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു 98-ലാണ് മരിയ സദനം ആരംഭിച്ചത്. ഇപ്പോൾ 28 വർഷത്തിൽ നിൽക്കുന്നു. 12 വർഷങ്ങൾക്ക് മുൻപാണ് മനഃശാന്തി ഇവിടെ ആരംഭിച്ചത്. അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ മനസ്സിലെ ഒരു ആശയമായിരുന്നു. ഒരു കൾച്ചറൽ സമ്മർ ചാരിറ്റി കാർണിവൽ എന്നാണ് അലക്സ് അഗസ്റ്റിൻ എന്ന എൻ്റെ സുഹൃത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് ഈ ആശയമുള്ളത്. അപ്പോൾ അല്ലാതെ സാധാരണ വാർഷികങ്ങളും പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾക്ക് സ്റ്റോളുകൾ ഇടാനും അങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റ് ഒക്കെ പോലത്തെ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ മനസ്സിൽ കണ്ടതെങ്കിൽ അത് അതിൻ്റെതായ അർത്ഥത്തിൽ അങ്ങോട്ട് ആദ്യം കുഴപ്പമില്ലാതെ പോയി. പിറ്റേ വർഷമൊക്കെ ആയപ്പോഴേക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറഞ്ഞു. അപ്പോൾ ഇത് നേരെ തിരിച്ചുകയാണ്. അലക്സ് അഭിപ്രായപ്പെട്ടു ഇവരെ കൊണ്ട് തന്നെ മാക്സിമം കടകൾ സ്റ്റോളുകളൊക്കെ ഇടിക്കുക, പുറത്തുനിന്നുള്ള അവരുടെ പരിപാടികൾ, ഇവിടെയുള്ളവരുടെ പരിപാടികൾ, അതായത് നമുക്കൊരു അങ്ങനെയായപ്പോൾ അവർക്ക് ഒരു സന്തോഷവും ഒരു അർത്ഥം കണ്ടെത്താൻ അല്ലേ? തീർച്ചയായിട്ടും അർത്ഥം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇത് ഞാൻ അലക്സുമായിട്ട് പറയുമ്പോൾ നമ്മൾ ഒരു മുറിയിൽ കിടന്നിട്ട് ജനാല വഴി ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ലാളത്തുത്സവവും പാലാപ്പള്ളി പെരുന്നാളും ജൂബിലിയും ഒക്കെ കേൾക്കാം, പക്ഷെ കാണാൻ പറ്റുന്നില്ല, അതിൽ പങ്കെടുക്കാൻ പറ്റിയല്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവരെ എല്ലാവരെയും കൊണ്ടുപോകാൻ പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു നമുക്ക് കലാസമിതി, നാടകം, ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഇവിടെ സെറ്റ് ഇടുക. ഈ റീഹാബിലിറ്റേഷൻ സെന്റർ ഞാൻ വന്ന് കാണുമ്പോൾ സന്തോഷ് ചേട്ടൻ ഒരു ആളുകളുടെ കഴിവുകളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് സന്തോഷ് ചേട്ടനുണ്ട്. ഒരു സൂപ്പർ സ്റ്റാർ മമ്മൂക്കായാലും മോഹൻലാലായാലും താഴോട്ടിങ്ങി വന്ന് അവസാനം വന്ന് നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ചെറിയ കലാകാരന്മാരായാലും അവരവരുടെ മനസ്സിലുള്ള കലകൾ പ്രസന്റ് ചെയ്യുമ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയൊരു മാനസികമായ ഒരു ബലം, അതൊരു പ്രത്യേകതയാണ്. അതാണ് കലയിൽ അധിഷ്ഠിതമായി പാട്ട് പാടുന്ന ആളുകളായാലും അഭിനയിക്കുന്നവരായാലും ഇനിയിപ്പം മെഴുകുതിരി ഉണ്ടാക്കാൻ അതും ഒരു ആർട്ടാണ്. ചവിട്ടികൾ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഇപ്പോൾ പേപ്പർ ബാഗുകൾ, ഇതിലെല്ലാം സ്കില്ലായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് 8-10ഓളം ടൈപ്പ് റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ്, അതിലെല്ലാം പ്രോഡക്ട്സുകൾ ഇവിടെ വയ്ക്കും. ഒപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് മുമ്പേ റൺസോയി പറഞ്ഞ പോലെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ നൃത്തങ്ങളും, പ്രത്യേകിച്ച് സംസ്ഥാന ജില്ലാ തലങ്ങളിലൊക്കെ പുരസ്കാരം കിട്ടിയവരൊക്കെ ഇവിടെ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുണ്ട്, പാലായിൽ നിന്നുണ്ട്, പല സ്ഥാപനങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള സൈക്കാട്രിക് പ്രശ്നമുള്ളവർ, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതുപോലെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പരിപാടി, ആൽക്കഹോൾ ഡീഡിക്ഷൻ്റെ വിമുക്തി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് രംഗീരുന്നുണ്ട്. അതുപോലെ കേരള ഫെഡറേഷൻ എന്ന് പറഞ്ഞ് കേരളത്തിലുടനീളമുള്ള ഏതാണ്ട് ഒരു 10,000-ഓളം വരുന്ന സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുടെ ഒരു മഹാസമ്മേളനം വേൾഡ് അസോസിയേഷനും വേൾഡ് സൈക്കാട്രിക് ഫെഡറേഷനും ഒക്കെ ചേർന്ന് ഡോക്ടർ റോയി, ഡോക്ടർ മുരളി രാധാകൃഷ്ണൻ, അവരൊക്കെ ഇതിൻ്റെ അഡ്വൈസേഴ്സാണ്. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് രാധാകൃഷ്ണൻ ഡോക്ടറും ഒക്കെ വന്ന് അവരെല്ലാം സംബന്ധിക്കുന്ന ഒരു മഹാസമ്മേളനമാണ് ഇത്. മറ്റൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മറ്റ് സ്ഥാപനങ്ങളെ പ്രേരിപ്പിച്ചു തുടങ്ങി, പലരും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെയുള്ള ഇതിൻ്റെ പേര് സൈക്കോ സോഷ്യൽ എന്നാണല്ലോ, സാമൂഹ്യ അധിഷ്ഠിതമാണെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾ കൂടുതൽ കടന്നു വരും. അതിനുള്ളൊരു വേദി കൂടിയാണ് നമ്മൾ. ഈ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് ഞാൻ മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതാണ്ട് 8 വർഷങ്ങൾ പിന്നിടുമ്പോൾ പല സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ അവിടെ കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടു. അവര് സാറിനെ അപ്പനായിട്ടൊക്കെ കാണുന്നെന്ന് അവർ പറഞ്ഞു. അവരെ ആ സ്നേഹം, വാത്സല്യം. പക്ഷേ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ ഇങ്ങനെയുള്ള രോഗികൾ ശരിക്കും അവഗണിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമുക്കറിയാവുന്ന പോലെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ വളരെ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ ചില മാനസിക പിരിമുറുക്കത്തിൽ ആൻറ്റി സോഷ്യലായിട്ട് പെരുമാറുന്ന വലിയ വലിയ ആളുകളെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ജയിലുകളിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലാവുന്നുണ്ട്. ഇതൊക്കെ മനസ്സിൻ്റെ താളം തെറ്റുകയെന്ന് പറഞ്ഞാൽ അധികം നിമിഷമൊന്നും വേണ്ട. ഇവരൊക്കെ സൈഡ് ബാർ ചെയ്യുക, മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ സമൂഹം ഇവരോട് കാണിക്കുന്ന അവഗണന എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഇതൊക്കെ ഒരു അഹങ്കാരം കൊണ്ട് മനുഷ്യന് തോന്നുന്നു. ഞാൻ എന്തൊക്കെയാണ്, എനിക്കിതൊന്നും വരികയില്ല, എനിക്കിത് ബാധകമല്ല. ആരെങ്കിലും മാനസിക രോഗികളുമായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷകരും അല്ലെങ്കിൽ ബന്ധുക്കളും ഉണ്ടെങ്കിൽ അവരെല്ലാം നമ്മുടെ ഇവിടെ ഒരു ഗ്രേസ് എന്നും പറഞ്ഞൊരു വലിയൊരു സംഘടനയാണ്. അത് കേരളം മുഴുവനായിട്ട് ഒരുപാട് 10,000 കണക്കിന് ആളുകൾ അംഗത്വമുള്ളൊരു സംഘടനയാണ്.
അപ്പൊ അവരൊക്കെ ഇതിനെ സഹായിക്കുന്നുണ്ട്, അവരൊക്കെ ഇതിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലരും മുമ്പേ പറഞ്ഞതുപോലെ ഇതൊരു ചാരിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒരു അവജ്ഞയോടെ നോക്കുന്ന ആൾക്കാർ. അത് ഏതാണ്ട് ദാനം ചെയ്യുന്ന പോലെ തരുന്നുണ്ട്. ഇത് ദാനമൊന്നുമല്ല, മനുഷ്യന്റെ കടമയാണ്. ഇവിടെ കിടക്കുന്ന ഇപ്പോൾ 500ഓളം ആളുകൾ എന്ന് പറയുന്നത് അവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. അവർക്കെല്ലാം വോട്ടവകാശമുണ്ട്, ID പ്രൂഫ് ഉണ്ട്. അവർക്ക് ഇവിടെ ജീവിക്കാൻ ആർട്ടിക്കിൾ 21 പറയുന്നത് അനുസരിച്ചുള്ള ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളും ഉള്ള മനുഷ്യരാണ്. നമ്മളിപ്പോ പറഞ്ഞു അവരുടെ ഈ അവകാശങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നത് ശാസ്ത്രീയമായിട്ടല്ല, ദൈവികമായ ഒരു ഭാവത്തിലാണ്. ഇപ്പൊ ഗീതയിലും ഖുറാനിലും ബൈബിളിലും ഒക്കെ പറയുന്നുണ്ടല്ലോ. ഗീതയിൽ പറയുന്നു, നരനിലാണ് നാരായണൻ. എന്റെ ഏറ്റവും ചെറിയ സഹോദരൻ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ്. പടച്ചവന് കൊടുക്കുന്ന സക്കാത്ത് അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് കൊടുക്കുന്ന പടച്ച തമ്പുരാൻ. ഈയൊക്കെ ഒരു സംസ്കാരങ്ങൾ നമ്മുടെ ഇല്ലാതായപ്പോഴാണ് മനുഷ്യത്വം നമ്മുടെ നാട്ടിൽ ഇല്ലാതായതും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അയർലൻഡിലും ന്യൂസിലൻഡിലും ഒക്കെ ഇപ്പോൾ ഇതേ ജോലി മാന്യമായിട്ട് ചെയ്ത് ശമ്പളമാണ്. ഇവിടെ പണിയെടുത്താൽ ശമ്പളം ഇല്ലാത്തതുകൊണ്ട് ഇതിന് മാന്യത ഇല്ലാത്തതാണ്. നമുക്ക് ഈ മനഃശാന്തിയിലേക്ക് വരാം. നമ്മളിപ്പം കുറച്ച് കാര്യങ്ങൾ വേറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടാണ് നമ്മൾ അതിലേക്ക് പോയത്. എങ്ങനെയാണ് മരിയസനം ഈ വർഷത്തെ മനഃശാന്തിക്കായി തയ്യാറെടുത്തിരുന്നത്? ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വേൾഡ് അസോസിയേഷനും കേരള ഫെഡറേഷന്, വേൾഡ് സൈക്കാട്രിക് ഫെഡറേഷൻ, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം ഇവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ എല്ലാം ഗവൺമെന്റിലെ തലത്തിലുള്ള നല്ല മനസ്സുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒത്തുചേരുകയാണ്. അവരൊക്കെ ഇവിടെ വരും. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഘടന എങ്ങനെയാണ്? ഘടന 28-ാം തീയതിയാണ് തുടങ്ങുന്നത്. രാവിലെ ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഈ പരിപാടിക്ക് എല്ലാവരും ക്ഷണിക്കും. ആര് വരുന്നോ അവരെ കൊണ്ട് ചെയ്യിക്കും. ഇനി ഉദ്ഘാടനം എന്ന് പറഞ്ഞ പരിപാടി ആരെയും ചിലപ്പോൾ ഇതൊരു ഇൻവൈറ്റ് ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. പിന്നെ ആരെങ്കിലും ഒരു മഹാവിശിഷ്ടനായ ഒരാളെ കിട്ടുകയാണെങ്കിൽ അന്നേരം വാലണ്ടറി ഫംഗ്ഷൻ അത്രേ ഉള്ളൂ. എപ്പോ വേണേലും ആർക്ക് വേണമെങ്കിലും വരാം. 10 മണി നോക്കുമ്പോൾ അതല്ല രാത്രി 10. പൂരങ്ങളില്ലാത്തവരുടെ പൂരം മനഃശാന്തി 2026 മരിയസ് ദിനത്തിൽ ഏപ്രിൽ 28-29 തീയതികളിൽ നടക്കുന്നുണ്ടല്ലോ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഒത്തിരി ഗംഭീരമായിട്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളോടെ നല്ല രീതിയിൽ ഒരു ഒത്തൊരുമയോടെ ഈ ഒരു പരിപാടി ഗംഭീര വിജയമാവട്ടെ എന്നും ആശംസിക്കുന്നു. മനഃശാന്തി എന്നത് നമുക്ക് മനസ്സിന് ഒരു ശാന്തി ലഭിക്കുന്നു. മാനസിക രോഗികളായ നമ്മളിലും ആരോഗ്യത്തിന്റെ മാനസിക ആരോഗ്യത്തിന്റെ വിഭ്രാന്തി നഷ്ടപ്പെട്ട് ജീവിക്കുന്ന മക്കളാണ് നമ്മളെങ്കിൽ നമ്മളിലേക്ക് എത്തുന്ന ഈ മനഃശാന്തി ഉത്സവമായിട്ട് തന്നെ ഞാൻ കാണുകയും ഒന്നാമത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മളൊന്ന് ഒരുക്കം ആവശ്യമാണ്. ആദ്യമായി വേണ്ടത് മനസ്സിനെ നമ്മൾ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. രണ്ടാമത് വിശ്വാസം. മൂന്നാമത് നമ്മൾ തന്നെ മനസ്സിലാക്കി സ്വന്തമായി പെരുമാറാനും പഠിക്കുക. മാനസികരുടെ പൂരങ്ങളില്ലാത്ത പൂരം എന്നാണ് ഇവിടെ മനഃശാന്തിയെ പറ്റി പറഞ്ഞത്. മാനസികരോഗികളായ എല്ലാവർക്കും മനഃശാന്തി നടത്തുമ്പോൾ സന്തോഷവും കണ്ടോട്ടമുണ്ട്. അതേപോലെ കലാപരിപാടികൾ, പലവിധ കലാപരിപാടികളുണ്ട്. ഒപ്പന, സ്കൂളിലെ പിന്നെ DJ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. ഒരു വശത്ത് ജനങ്ങള് എന്നാ പറയുന്നത്, ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ ആഘോഷിക്കുമ്പോൾ മറുവശത്ത് കുറെ അനാഥരായ അല്ലെങ്കിൽ ആരോരുമില്ലാത്ത കുറേയേറെ മനുഷ്യര് അവർക്കൊരു സാധാരണ ദിവസമാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മരിയസനം നമ്മൾ അതായത് കണ്ടിന്യൂസ് ആയിട്ട് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ നടപ്പിലാക്കുന്ന ഒന്നാണ് മനഃശാന്തി എന്ന് പറയുന്നത്. ഈ വർഷവും നമ്മൾ മനഃശാന്തി നടത്താൻ പോവുകയാണ് ഈ വരുന്ന ഏപ്രിൽ 28-29 ദിവസങ്ങളിൽ. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.